5 സീറ്റ് വരെ CPIM നേടും എന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ ഓരോ ജില്ലകളിൽ നിന്നും എത്തിയിട്ടുള്ള വിശദാംശങ്ങൾ കൃത്യമായി പരിശോധിക്കും. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ ഇന്ന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അതിന് അപ്പുറത്തേക്ക് 80 മുതൽ 85 എന്ന് പറയുമ്പോഴേക്കും ചില ജില്ലകളിൽ വലിയ തരത്തിൽ ഉള്ള അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂരിലും അതുപോലെ തന്നെ കോഴിക്കോടും അതിന് പിന്നാലെ തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ അത്തരത്തിൽ സംഭവിക്കാൻ ഇടയായ സാഹചര്യം പരിശോധിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വലിയൊരു മേധാവിത്വത്തിലേക്ക് CPIM എത്തില്ല എങ്കിൽ തന്നെയും ഭരണം ഉറപ്പ് എന്ന് തന്നെയാണ് നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ വിവിധ ജില്ലകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അതേ മേധാവിത്വം അതേപടി നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് വടക്ക് നിന്നുള്ള ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടിലുള്ള സൂചന. തെക്കും അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കാര്യമായ തരത്തിൽ വോട്ട് കുറയില്ല എന്ന് പറയുമ്പോൾ അമ്പലപ്പുഴയിൽ G. സുധാകരൻ മത്സരിച്ചത് അദ്ദേഹം വിജയിക്കില്ല എങ്കിൽ തന്നെയും അണികൾക്കിടയിൽ ചെറിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കി അല്ലെങ്കിൽ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അതേസമയം കണ്ണൂർ ജില്ലയിൽ കാര്യമായ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകില്ല. കണ്ണൂരിൽ കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ വോട്ടുകൾ നേടാൻ കഴിയും. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കണ്ണൂരിൽ വിജയിക്കും എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിന് ആ ഒരു 90 മുകളിലേക്ക് എന്ന കണക്കെത്തിയില്ല എങ്കിൽ പോലും 80 മുതൽ 85 സീറ്റ് എന്നാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള കണക്കുകൾ ലഭിക്കുന്ന സൂചന. ഇതിൽ പ്രധാനമായും കോഴിക്കോട് വലിയ തരത്തിലുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സീറ്റ് അതേപടി നിലനിർത്തും എന്ന് പറയുമ്പോഴും ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും കോഴിക്കോട് നഗര കേന്ദ്രീകൃത മേഖലകളിൽ വലിയ തരത്തിലുള്ള വോട്ട് കുറവിനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് വിജയിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. അതേസമയം കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്ക് എത്തുമ്പോഴേക്കും കഴിഞ്ഞ വർഷത്തെ സീറ്റുകൾ പൂർണ്ണ തോതിൽ കിട്ടണം എന്നില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് BJPയുടെ ചില മേഖലകളിൽ വോട്ട് കുറയ്ക്കുവാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് UDFന് അനുകൂലം ആകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് കണ്ണൂരിൽ രാഷ്ട്രീയപരമായി ഉണ്ടായ ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ പാർട്ടിയെയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിനെയോ ബാധിച്ചിട്ടില്ല. അത് വിഭാഗീയ പ്രവർത്തനം നടത്തിയവർക്ക് തന്നെ പ്രതികൂലമായി മാറപ്പെടും എന്ന് വ്യക്തമാക്കുന്നു. പാലക്കാടും അങ്ങനെ തന്നെയാണ്. PK ശശി ഉൾപ്പെടെ ഉള്ളവർ വിമതരായി മത്സരിച്ചെങ്കിലും വിജയിക്കില്ല എന്ന് വ്യക്തമാണ്. പാലക്കാട് ഇത്തവണ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്നും അവിടുത്തെ ജില്ലാ ഘടകങ്ങൾ നൽകിയ റിപ്പോർട്ടിലുണ്ട്. BJPക്ക് കേരളത്തിൽ എങ്ങും തന്നെ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്നാണ് വിവിധ ജില്ലകളിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലെ സൂചന. അതേസമയം CPMനും CPIക്കും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വോട്ട് കുറയാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. മധ്യ കേരളത്തിലാണ് അതിന്റെ ഒരു കുറവ് സൂചിപ്പിക്കുന്നത്. തെക്കൻ കേരളത്തിലും ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസ് പിടിക്കാനുള്ള സാധ്യതയും തള്ളിപ്പറയുന്നില്ല. പ്രത്യേകിച്ചും ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലും ചില ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ആ ആശങ്കകൾ ഇല്ല, വോട്ട് അതേപടി നിലനിൽക്കും എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെട്ടിരുന്നത് ആലപ്പുഴയിലായിരുന്നു. അവിടെ അത്തരത്തിൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നിലവിൽ ഇല്ല. എല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. G. സുധാകരൻ ഒരു നിർണായക ശക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വഴിമുടക്കിയായോ മാറിയിട്ടില്ല. അമ്പലപ്പുഴയിൽ കുറച്ച് വോട്ടുകൾ, അതായത് CPMന്റേതായ കുറച്ച് വോട്ടുകളിൽ കുറവ് വരും എങ്കിലും അമ്പലപ്പുഴയിൽ CPIM സ്ഥാനാർത്ഥി തന്നെ വിജയിക്കും. H. സലാമിന് അനുകൂലമായിരുന്നു അമ്പലപ്പുഴ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂരിൽ വിമതനായി മത്സരിച്ച TK ഗോവിന്ദൻ ഒപ്പം V. കുഞ്ഞികൃഷ്ണൻ ഇരുവരും പരാജയപ്പെടും. വലിയ തരത്തിലെ വോട്ട് അവിടെ പാർട്ടിക്ക് ലഭിക്കും എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം ലീഗ് പല സ്ഥലങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഈ CPIMന്റെ വിലയിരുത്തൽ. കോൺഗ്രസ് ചില സീറ്റുകൾ അധികമായി നേടുമെന്ന് പറയുമ്പോഴും പാർട്ടിക്കകത്ത് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കൃത്യമായി മുന്നോട്ട് പോയി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പാർട്ടി നേതാക്കന്മാരും
ഒപ്പം തന്നെ അണികളും സംതൃപ്തരാണ്. എല്ലാ ജില്ലാ ഘടകങ്ങളുടെയും പ്രവർത്തനം മെച്ചപ്പെട്ടത് എന്നാണ് മൊത്തത്തിൽ വിലയിരുത്തൽ. അതായത് പാർട്ടിയുടെ താഴെ ഘടകം മുതൽ മേൽഘടകം വരെയുള്ള പാർട്ടികളുടെ പ്രവർത്തനം, അത് തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് പ്രവർത്തിച്ചു, ഏതൊക്കെ രീതിയിലുള്ള നിലപാടുകൾ നേതാക്കന്മാർ സ്വീകരിച്ചു, അതിലേതെങ്കിലും വിഭാഗീയതയുടെ സ്വരം ഉണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങളാണ് പരിശോധിക്കുക. ഈ പരിശോധനയിൽ പാർട്ടിയിൽ എങ്ങും തന്നെ ഒരു തരത്തിലുള്ള വിഭാഗീയതയും ഉണ്ടായില്ല. നേരത്തെ പാർട്ടി വിട്ട് പോയവർ ഒഴികെ ബാക്കി എല്ലാവരും പാർട്ടിക്കൊപ്പം ചേർന്നു നിന്നു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പാർട്ടിക്ക് ഉള്ളത്. എന്തായാലും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിവരങ്ങൾ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വിലയിരുത്തൽ കൂടിയായ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ഓരോ ജില്ലകളിൽ നിന്നുള്ള കണക്കുകളായിരിക്കും പരിശോധിക്കുക. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇന്ന് ചർച്ചയാവാനുള്ള സാധ്യതയില്ല. അതേസമയം ഘടകകക്ഷികളുടെ പ്രവർത്തനത്തിലും കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് CPIMന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് CPI ആയാലും മറ്റ് ഘടകകക്ഷികളായാലും തന്നെ കൃത്യമായി അവരുടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് തുടർഭരണം അല്ലെങ്കിൽ മൂന്നാമതും ഇടതുമുന്നണി എന്ന പ്രതീക്ഷയിൽ നിന്നും അല്പം പോലും പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് CPIMന്റെ വിവിധ ജില്ലാ കമ്മിറ്റികൾ നൽകിയിട്ടുള്ള റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും സംസ്ഥാന നേതൃത്വം പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടും എന്ന ഒരു അന്തിമമായ നിഗമനത്തിൽ എത്തിച്ചേരുക. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കകൾ വേണ്ട എന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടിലെ സൂചന. ശരി, വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് ചേരുക. എത്രത്തോളം വിജയസാധ്യത ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കുണ്ടാകുമെന്നൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. എന്തായാലും ജില്ലാ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള കണക്കുകളൊക്കെയും ഈ ഒരു യോഗത്തിൽ അവലോകനം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നും തുടർഭരണം ഉണ്ടാകുമെന്നൊക്കെയാണ് ഇപ്പോൾ CPIMന്റെ വിലയിരുത്തൽ. എന്തായാലും ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്. വോട്ടെടുപ്പിന് പിന്നാലെ പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ കാർ കത്തിക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സുധീഷ്, അജയ് കൃഷ്ണ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിലെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ് CPIM ആക്രമണം അഴിച്ചുവിടുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം പേരൂർ സ്വദേശി MK നാരായണന്റെ കാറും കത്തിക്കാൻ ശ്രമിച്ചിരുന്നു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് പിന്നാലെ പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണന്റെ അനുകൂലിയുടെ കാർ കത്തിക്കാൻ ശ്രമിച്ച കേസിൽ ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ വീട് കയറി ആക്രമിക്കുകയും വീട്ടിലെ കാർ നിർത്തിയിട്ടിരുന്ന കാറൊക്കെ കത്തിക്കാനൊക്കെയായിരുന്നു ഇവരുടെ ശ്രമം. ഇതിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു വിവരം ലഭിക്കുന്നത്. സുധീഷ്, അജയ് കൃഷ്ണ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇരുവരും ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. തിരഞ്ഞെടുപ്പിലെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ CPIM ആക്രമണം അഴിച്ചുവിടുന്നത് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും പേരൂർ സ്വദേശിയായിട്ടുള്ള MK നാരായണന്റെ കാറും കത്തിക്കാൻ ശ്രമിച്ചിരുന്നു. എന്തായാലും വോട്ടെടുപ്പിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. വീട്ടിൽ കയറിയുള്ള ആക്രമണമാണ് ഇത്തരത്തിൽ അഴിച്ചുവിട്ടിരുന്നത്. ഇതിനുശേഷം നിർത്തിയിട്ടിരുന്ന കാറും ഒക്കെ കത്തിക്കാൻ ഇവരുടെ ശ്രമം നടത്തിയിരുന്നു. ഈ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചു എന്ന കാരണത്തിലാണ് ഇവർ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. എന്തായാലും ഈ ഒരു അനുകൂലിയുടെ കാറാണ് ഇവർ ഇത്തരത്തിൽ കത്തിക്കാൻ ശ്രമിച്ചത്. കാറിന്റെ ജനൽ ചില്ലുകളും വീടിന്റെ ജനൽ ചില്ലുകളും ഒക്കെ തല്ലിപ്പൊട്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകരായിട്ടുള്ള 2 പേരെയാണ് ഈ ഒരു വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സുധീഷ്, അജയ് കൃഷ്ണ എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തതായി വിവരം ലഭിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പിലെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ് CPIM ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ അഴിച്ചുവിടുന്നു എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം.